റവയും തേങ്ങയും ഉണ്ടെങ്കിൽ 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇനി ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരച്ചെടുത്തപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1/4 കപ്പ് വെള്ളം ചേർത്താണ് ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ടോട്ടൽ 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാറ്റർ ഒരുപാടങ്ങ് തിക്കാകാൻ പാടില്ല, ഒരുപാട് ലൂസാകാൻ പാടില്ല. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ദോശയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു ദോശത്തവ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാകും. ഒരുപാടിട്ടങ്ങ് തിന്നായിട്ട് പരത്തിയെടുക്കണ്ട. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം ഇത് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്നതിൽ വേവിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്നതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചും തിരിച്ചുമിട്ട് 2 വശവും കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതുവരെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ 2 വശവും നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള ദോശയെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. കറി ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയ വീഡിയോയുമായി